മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട പ്രതീക്ഷിക്കുന്ന വാർത്തകൾ തന്നെയാണ്. അരവിന്ദ് കെജ്രിവാൾ എന്തായാലും ഇഡി കസ്റ്റഡിയിൽ തുടരുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതും തുടരുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CBI കൂടി അദ്ദേഹത്തിന്റെ കസ്റ്റഡി ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു. കവിതയെയും അരവിന്ദ് കെജ്രിവാളിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഇഡി നീക്കം കൂടി വാർത്തയാകുന്നുണ്ട്. ഇനി മറ്റൊന്ന്, BJP 4ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നു എന്നതാണ്. കോൺഗ്രസ് തങ്ങളുടെ 4ാം ഘട്ട സ്ഥാനാർത്ഥികളെ ഇന്നലെ രാത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ ഈ വാർത്തകളുടെയൊക്കെ വിശദാംശങ്ങളുമായി രാവിലെ ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ജിഷ്ണു കൃഷ്ണനാണ്. ജിഷ്ണുവിലേക്ക് എത്താം. എന്തായാലും ഈ മദ്യനയ അഴിമതി കേസിൽ കുരുക്കിലേക്ക് നീങ്ങുന്നത് ഡൽഹി ആം ആദ്മി മാത്രമല്ല, BRS മാത്രമല്ല, പഞ്ചാബിലെ ആം ആദ്മി വിഭാഗം കൂടിയാണ്. കാരണം പഞ്ചാബിലും ഈ ഡൽഹിക്ക് സമാനമായ രീതിയിലുള്ള മദ്യനയം കൊണ്ടുവരാനുള്ള ശ്രമം ഭഗവന്ത് മാൻ സർക്കാർ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ മദ്യനയത്തെ പറ്റിയും അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ BJP ആവശ്യപ്പെടുന്നത്. പഞ്ചാബ് BJP ഘടകം ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആവശ്യം ഉയർത്തിക്കാട്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി അതിലെ തുടർ നടപടികൾ കൂടി ദേശീയ രാഷ്ട്രീയം കാത്തിരിക്കുകയാണ്. നിർണായകമാകും ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം എന്നതിൽ സംശയമില്ല. കാരണം ഡൽഹിയിലും പഞ്ചാബിലുമാണ് ആം ആദ്മി പാർട്ടിക്ക് കുറച്ചെങ്കിലും സ്വാധീനമുള്ളതെന്ന് നമുക്കറിയാവുന്നതാണ്, ദേശീയ പാർട്ടി ആണെങ്കിൽ കൂടി. അതുകൊണ്ട് തന്നെ ഡൽഹി ഇപ്പോൾ ഏകദേശം പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയ ഒരു അവസ്ഥ. അതിന് തൊട്ടു പിന്നാലെ ഇനി പഞ്ചാബിലേക്ക് കൂടി അന്വേഷണം എത്തുമ്പോൾ എപ്രകാരമായിരിക്കും ആം ആദ്മി പാർട്ടി ഇതിനെ നേരിടുക എന്നതുകൂടിയാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതുകൊണ്ട് ഇതിലെന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. ഈ ഗജറാവിന് 1000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി പഞ്ചാബിൻ്റെ മദ്യനയം, ആം ആദ്മി സർക്കാരിൻ്റെ മദ്യനയം എന്നാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഭഗവന്ത് മാൻ എപ്രകാരമാണ് ഇത് നേരിടുക എന്നത് നോക്കിക്കാണേണ്ടതുണ്ട്. അരവിന്ദ് കെജ്രിവാളും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയിലെ രണ്ടാമനായ മനീഷ് സിസോദിയും ഒക്കെ അഴിക്കുള്ളിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ ചരട് ഭഗവന്ത് മാനിനാണ് എന്നുള്ള സംസാരമുണ്ട്. രാഷ്ട്രീയ വിശകലനവും അപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഭഗവന്ത് മാനിന് നേരെയും EDയുടെയും CBIയുടെയും ഒക്കെ അന്വേഷണം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നിയമക്കുരുക്കിലേക്ക് എത്തുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ തുലാസിലാവുന്ന ഒരു കാഴ്ച കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമായ കേസ് അന്വേഷണങ്ങൾ നടക്കും. ഇനി മറ്റൊന്ന്, തിരഞ്ഞെടുപ്പ് കാഴ്ചകളാണ് എത്തുന്നത്. ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളവും ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് എപ്രകാരമാണ് ഇന്ത്യ സഖ്യത്തിന് കൂടി തിരിച്ചടിയായിരിക്കുന്നത് എന്നറിയാം. കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് കൂടി പുറത്തായ ഒരു സാഹചര്യമുണ്ട്. കാരണം അഴിമതി വിരുദ്ധതയാണ് തങ്ങളുടെ മുഖമുദ്ര എന്ന ഉയർത്തിക്കാട്ടിയാണ് അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി ആരംഭിച്ചത് തന്നെ, സ്ഥാപിച്ചത് തന്നെ. പക്ഷേ അതേ ആം ആദ്മി സർക്കാർ, അതേ അരവിന്ദ് കെജ്രിവാൾ അഴിമതി കേസിൽ തന്നെ അഴിക്കുള്ളിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇനി തുടക്കത്തിൽ ഷീല ദീക്ഷിത്തിനെ മാറ്റി അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയുടെ ഭരണം ഏറ്റെടുക്കുമ്പോൾ കോൺഗ്രസിനെതിരെ പ്രകാരമാണ് ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നറിയാം. ഇതേ ആരോപണങ്ങൾ കോൺഗ്രസ് തിരികെ ഉന്നയിച്ചു. പക്ഷേ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അഴിക്കുള്ളിലാകുമ്പോൾ ഇരുവരും ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. എന്തായാലും എപ്രകാരമാണ് ഇനി ആം ആദ്മി ഇതിനെയൊക്കെ നേരിടുക എന്ന് കണ്ടറിയണം. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ജിഷ്ണു, കേൾക്കാമെങ്കിൽ ആം ആദ്മി വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം. ഇനി പഞ്ചാബിലെ മദ്യനയം കൂടി EDക്കും CBIക്കും മുന്നിലെത്തിയാൽ എപ്രകാരമായിരിക്കും അവരിതിനെ നേരിടാൻ പോവുക? അനു, ഗുഡ് മോർണിംഗ്. തീർച്ചയായും വലിയ പ്രതിസന്ധിയിലേക്കാണ് ആം ആദ്മി പാർട്ടി കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക്
ആം ആദ്മി പാർട്ടിയെ കൊണ്ടുചെന്നെത്തിച്ചിരുന്നു. കാരണം പാർട്ടിയെ നയിച്ചതും ഡൽഹിയിൽ ആം ആദ്മി സർക്കാരിനെ നയിക്കുന്നതും അരവിന്ദ് കെജ്രിവാളാണ്. അരവിന്ദ് കെജ്രിവാൾ കള്ളപ്പണ കേസിൽ, അഴിമതിയും കള്ളപ്പണ ഇടപാട് കേസിലും അറസ്റ്റിലായി ഇപ്പോൾ ED കസ്റ്റഡിയിൽ തുടരുന്നത് ആം ആദ്മി പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. ഭരണ പ്രതിസന്ധിയിലേക്ക് പോലും ഡൽഹി പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നേതൃത്വം അധികാര കസേര മറ്റൊരാൾക്കും നൽകാതെ, അല്ലെങ്കിൽ അത്രത്തോളം ശക്തനായ ഒരു നേതാവിനെയും വളർത്തിക്കൊണ്ടുവരാതെയാണ് ആം ആദ്മി പാർട്ടിയെ അരവിന്ദ് കെജ്രിവാൾ മുൻപോട്ട് നയിച്ചിട്ടുള്ളത്. തൻ്റെ ഒരു സ്ഥാപനം പോലെ, തൻ്റെ ഒരു കമ്പനി പോലെയാണ് ആം ആദ്മി പാർട്ടിയെ അരവിന്ദ് കെജ്രിവാൾ കൊണ്ടുപോയിരുന്നത്. അതുകൊണ്ട് കെജ്രിവാൾ പൂർണ്ണമായും ED കസ്റ്റഡിയിലും തുടർന്ന് മനീഷ് സിസോദിയയ്ക്ക് സമാനമായി കാലങ്ങളായി ജയിലിലേക്കും പോവുകയാണെങ്കിൽ ഡൽഹിയിൽ ആം ആദ്മി സർക്കാരിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും തകർച്ചയ്ക്ക് അത് വഴിവെക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒപ്പം പഞ്ചാബിൽ ആം ആദ്മി സർക്കാരിനും സമാനമായ ആരോപണം നേരത്തെ തന്നെ നേരിട്ടിരുന്നു. അതിലിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൻപിലേക്ക് പരാതിയായി എത്തിയിട്ടുള്ളത്. ഡൽഹിയിൽ പഞ്ചാബിൽ ആം ആദ്മി സർക്കാർ പുതുതായി അധികാരത്തിലേറിയ ശേഷം ഡൽഹിക്ക് സമാനമായൊരു മദ്യനയം പഞ്ചാബിലും ആം ആദ്മി കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അതിന്റെ വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു. അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നപ്പോൾ കോൺഗ്രസും BJPയും അതിന് ഒരുമിച്ച് എതിർക്കുകയും ഗവർണർക്ക് പരാതി നൽകുകയും ഇത് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നഷ്ടം ഖജനാവിന് ഉണ്ടാക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത് വലിയ പ്രതിഷേധം പഞ്ചാബിൽ ആരംഭിച്ചതോടുകൂടിയായിരുന്നു പഞ്ചാബിലെ മദ്യനയം പെട്ടെന്ന് തന്നെ പിൻവലിക്കാൻ ഭഗവത് മാൻ സർക്കാർ നിർബന്ധിതനായത്. എന്നാൽ ആ മദ്യനയം നടപ്പിലാക്കിയതോടുകൂടി വലിയ നഷ്ടം ഖജനാവിന് സംഭവിച്ചിട്ടുണ്ട്. ഭഗവത് മാനെതിരെ, അല്ലെങ്കിൽ ആം ആദ്മി പഞ്ചാബ് സർക്കാരിനെതിരെ അന്വേഷണം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിലേക്ക് വെച്ചിട്ടുള്ള വലിയ പ്രതിസന്ധി. പഞ്ചാബിലും ആം ആദ്മി സർക്കാരിന് നേരിടേണ്ടി വരും. നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലുള്ള അരവിന്ദ് കെജ്രിവാളിനെ ED ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. കേസിലെ കൂട്ടുപ്രതികളുമായി ഒരുമിച്ചിരുത്തിക്കൊണ്ടും ഒപ്പം കൂട്ടുപ്രതികളുടെ മൊഴികൾ വായിച്ചു കേൾപ്പിച്ചുകൊണ്ടുമാണ് ഈ അരവിന്ദ് കെജ്രിവാളിനെ ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിലെ ഇടനിലക്കാരിയായി നിന്നിട്ടുള്ള, അഴിമതിക്ക് സർക്കാരിനും വ്യവസായികൾക്കുമിടയിൽ ഇടനിലക്കാരിയായി നിന്നിട്ടുള്ള BRS നേതാവ് കവിതയുടെ ED കസ്റ്റഡി കാലാവധി 3 ദിവസം കൂടി കോടതി നീട്ടി നൽകിയിരുന്നു. അതുകൊണ്ട് കവിതയെയും അരവിന്ദ് കെജ്രിവാളിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ഒപ്പം മറ്റു പ്രതികൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ നൽകിയിട്ടുള്ള മൊഴികൾ അരവിന്ദ് കെജ്രിവാളിനെ വായിച്ചു കേൾപ്പിച്ചുകൊണ്ടാണ്, അതിന്റെ വിശദാംശങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തേടുന്നത്. പ്രധാനമായും അഴിമതി പണം ഏത് രീതിയിൽ വിനിയോഗിച്ചു എന്നത് സംബന്ധിച്ച നിർണായക വിവരങ്ങളാണ് അരവിന്ദ് കെജ്രിവാളിൽ നിന്ന് ED ഉദ്യോഗസ്ഥർ തേടുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കാരണം ഏകദേശം 600 കോടി രൂപയുടെ അഴിമതി ഈ മദ്യനയത്തിൽ നടന്നു എന്നുള്ളത് ED കോടതിയിൽ കുറ്റപത്രത്തിലും ഒപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ സമൻസ് റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിൽ 45 കോടി രൂപ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വിനിയോഗിച്ചതിന്റെ തെളിവുകളും ED കണ്ടെത്തിയിരുന്നു. ബാക്കി പണം ഏത് രീതിയിലാണ് വിനിയോഗിക്കുന്നത് എന്നത് സംബന്ധിച്ച നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിൽ നിന്ന് ലഭിക്കുന്ന മൊഴിയുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ റെയ്ഡുകളും അറസ്റ്റ് നടപടികളും മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം CBIയും ഈ കേസിൽ അന്വേഷണം ഊർജിതമായി തന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നേരത്തെ തന്നെ CBI ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതാണ്. EDയുടെയും CBIയുടെയും കുറ്റപത്രം പരിശോധിക്കുമ്പോൾ കേസിലെ മുഖ്യ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാൾ ആണ് എന്നുള്ളത് നേരത്തെ തന്നെ കുറ്റപത്രത്തിൽ 2 ഏജൻസികളും വ്യക്തമാക്കിയിരുന്നു. ഏതായാലും നിയമ നടപടികൾ അതിൻ്റെ രീതിയിൽ മുൻപോട്ട് പോവുകയാണ്. അതിനപ്പുറത്തേക്ക് അതിനൊരു രാഷ്ട്രീയ നിറം നൽകിക്കൊണ്ട് ഈ കേസിന്റെ മെറിറ്റ് ചർച്ച ചെയ്യാതെ BJPയുടെ പ്രതികാര നടപടിയാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉണ്ടാകുന്നത് എന്നൊരു ആരോപണം ഉയർത്തിക്കൊണ്ട് ആം ആദ്മി വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഭഗത് സിംഗിന്റെ സ്മൃതി കുടീരത്തിന് മുൻപിൽ വലിയ പ്രതിഷേധം ആം ആദ്മി നടത്തിയിരുന്നു. അതിന് മുൻപത്തെ ദിവസം ITO ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു നടത്തിയിട്ടുള്ളത്. ആം ആദ്മിക്ക് നിലവിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ വലിയ പിന്തുണ നൽകുകയാണ്. പക്ഷെ അതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്നുള്ളത് നേരത്തെ 2022 ഈ മദ്യനയ അഴിമതിയിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അരവിന്ദ് കെജ്രിവാൾ നടത്തി എന്ന പരാതി ലഫ്റ്റനന്റ് ഗവർണർക്കും മാധ്യമങ്ങൾക്കും മുൻപിലേക്ക് വെച്ചിട്ടുള്ളത് കോൺഗ്രസ് ആയിരുന്നു. അന്ന് വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലേക്ക് കിടക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ ഗുരുതരമായ ഒരു ആരോപണങ്ങളും ഉന്നയിക്കാനില്ല എന്നിരിക്കെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് കേന്ദ്ര സർക്കാരിനെതിരെ ഉപയോഗിക്കാനുള്ള ഒരു
രാഷ്ട്രീയ ആയുധമാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത്. അതൊരു വീണ് കിട്ടിയ അവസരമാക്കി ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളത് കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. ഒപ്പം അരവിന്ദ് കെജ്രിവാളിനെ ED ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ഒപ്പം ഡൽഹിക്ക് സമാനമായി പഞ്ചാബിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്ന മദ്യനയ അഴിമതിയിലൂടെ പഞ്ചാബിലെ സർക്കാർ ഖജനാവിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നും ആ കേസിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം അനിവാര്യമാണ്.